ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന ബിജെപിയെ പുറത്താക്കാൻ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി കോൺഗ്രസ് നീക്കം. തൃശൂർ ജില്ലയിൽ തന്നെ ബിജെപി അധികാരത്തിലുള്ള പാർളം പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാൻ ഇടതിലെ പ്രമുഖ കക്ഷി പിന്തുണയ്ക്കുന്നുണ്ടെന്നാണ് സൂചന. പാർലം ഗ്രാമപഞ്ചായത്ത് ഭരണം പിടിക്കാൻ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ബിജെപിയുടെ അനിത പ്രസന്നൻ, വൈസ് പ്രസിഡന്റ് മനോജ് അയ്യപ്പത്ത് എന്നിവർക്കെതിരെയാണ് കോൺഗ്രസ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഗോകുൽ പി ഉണ്ണികൃഷ്ണന് അവിശ്വാസ പ്രമേയത്തിനുള്ള നോട്ടീസ് കൈമാറി. കോൺഗ്രസിന്റെ 6 വാർഡ് മെമ്പർമാരാണ് അവിശ്വാസ പ്രമേയത്തിനുള്ള നോട്ടീസിൽ ഒപ്പുവച്ചിരിക്കുന്നത്. ഈ മാസം 14 ശനിയാഴ്ച അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ യോഗം വിളിക്കുമെന്ന് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. പാർലം പഞ്ചായത്തിൽ ആകെയുള്ള 17 സീറ്റിൽ കോൺഗ്രസ് 6, ബിജെപി 6, സിപിഐ 3, സിപിഎം 2 എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷിനില. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോടന്നൂർ 3-ാം വാർഡിൽ വിജയിച്ച കോൺഗ്രസ് അംഗം വി പി ബിന്ദുവിന്റെ വോട്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അസാധുവായതാണ് ബിജെപിയുടെ അനിത പ്രസന്നനെ പ്രസിഡന്റ് സ്ഥാനത്തെത്തിച്ചത്. വോട്ട് അസാധുവായിരുന്നില്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തിന് യുഡിഎഫും എൻഡിഎയും തമ്മിൽ നറുക്കെടുപ്പ് വേണ്ടിവരുമായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു വോട്ട് അസാധുവായ സംഭവത്തിന് പിന്നിലുണ്ടായത്. വോട്ട് അസാധുവായ സംഭവത്തിൽ കോൺഗ്രസ് നേതൃത്വം വി പി ബിന്ദുവിനെ പുറത്താക്കിയെങ്കിലും ഏതാനും ദിവസം മുൻപ് ഇവരെ കോൺഗ്രസ് അംഗത്വം നൽകി തിരിച്ചെടുത്തു. അവിശ്വാസ പ്രമേയത്തിലൂടെ ബിജെപിയിൽ നിന്ന് ഭരണം തിരിച്ചുപിടിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കത്തിന് ഇടതുപക്ഷത്തിലെ പ്രമുഖ കക്ഷിയുടെ പിന്തുണയുണ്ടെന്നാണ് സൂചന.